നാട്ടിലെ രുചികളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മുടെ ചിക്കൻ കറിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഡിലീഷ്യസ് ആയിട്ടുള്ള ഗ്രീൻ ചിക്കൻ മസാലയാണ്. കളറിലും ടേസ്റ്റിലും ഒക്കെ ഡിഫറെൻ്റ് ആയ ഒരു ഗ്രീൻ ചിക്കൻ. നമ്മുടെ ഈ പച്ച കളറിലുള്ള ഈ ഗ്രീൻ ചിക്കൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ലഞ്ചായോ ഡിന്നറായോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീംഡ് റൈസില്ലേ, അത് ബട്ടർ നാൻ, റൊട്ടി അതൊക്കെയാണ്. എന്നാലും നമ്മുടെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റായ അപ്പം, ഇടിയപ്പം, പുട്ട് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള അസാധ്യ ടേസ്റ്റുള്ള ഒരു ഈസി ആയിട്ട് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകും കേട്ടോ. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരുപാട് പണിയൊന്നുമില്ല നമ്മുടെ ഈ കറി ഉണ്ടാക്കാനായിട്ട്. നോർമൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ സവോള വഴറ്റി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റി, അങ്ങനത്തെ യാതൊരു അലുക്കുലുത്ത് പണിയില്ല. വളരെ ഈസിയാണ്. വളരെ പെട്ടെന്ന് നമുക്കൊരു അരമണിക്കൂറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ. നല്ല ഗ്രീൻ കളറിലുള്ള നല്ല ക്രീമി ആയിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയോട് കൂടി ഒരു വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിലൊന്ന് എല്ലാവരും പോയി സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യണം. അതിന് ഞാനൊരു 3/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇടുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 3/4 ടീസ്പൂൺ ടേമറിക് പൗഡറാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചിക്കൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 350 ഗ്രാംസ് ആണ് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ എന്ന് പറഞ്ഞാൽ വളരെ ടെൻഡറായിട്ടുള്ളൊരു ചിക്കനാണ്. ഒരു 1.5 കിലോ ഉള്ള ചിക്കൻ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു 1 സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പം വളരെ ടെൻഡറായിട്ടുള്ള ചിക്കൻ എടുക്കാൻ ശ്രമിക്കണം. പിന്നെ ഇപ്പം നിങ്ങൾക്കിപ്പം വലിയ കോഴിയെ കിട്ടിയെങ്കിൽ ഒരു 2-2.5 കിലോ ഒക്കെ ഉള്ള കോഴിയെ കിട്ടിയെങ്കിൽ അത് കുറച്ചൊന്ന് ടെൻഡറാക്കി ജ്യൂസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മാറിനേറ്റ് ചെയ്യുന്ന ടൈമിൽ അതിലേക്ക് കുറച്ച് യോഗട്ടും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കണം. ഇതിപ്പോൾ എൻ്റെ കൈയൊന്ന് മുറിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് മാറിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിന് വേണ്ട മസാലകൾ ഒന്ന് തയ്യാറാക്കാൻ എന്തൊക്കെ എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കൊറിയാണ്ടർ സ്റ്റെംസ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആ കൊറിയാണ്ടർ ലീവ്സിൻ്റെ റൂട്ടിനോട് ചേർന്നുള്ള ആ തണ്ടാണ് കേട്ടോ. ഇതെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിക്കൻ കറിക്ക് നല്ലൊരു അരോമയായിരിക്കും, നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല നല്ലൊരു ടേസ്റ്റും ഉണ്ട്. പിന്നെ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാം. ഒരു 1/2 കപ്പ് മല്ലിയിലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടൊരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഒരു ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം ഇടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള 3 വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1.5 ടീസ്പൂൺ നാരങ്ങാനീര് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ യോഗട്ട്, അധികം പുളിയില്ലാത്ത യോഗട്ട് വേണം കേട്ടോ എടുക്കാൻ. ഞാനിവിടെ എടുത്തേക്കുന്ന മിൽക്കി മിസ്റ്റിൻ്റെ ആ യോഗട്ടാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്യുക. മിൻറ്റ് ലീവ്സ് ഇടുമ്പോൾ നല്ല ടെൻഡറായിട്ടുള്ള മിൻറ്റ് ലീവ്സ് ഇടാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ നല്ല പച്ച കളറുള്ള നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അടികട്ടിയുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിലൊന്നും ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് ചിക്കൻ ഒന്ന് നന്നായിട്ട് എല്ലാം ഒരു ഇതാകണ്ട ചിക്കൻ. ഇപ്പോൾ ചില ചിക്കനൊക്കെ ഒരു കളറ് മാറിയതുകൊണ്ട് അതുപോലെ എല്ലാ ചിക്കനും ഒന്നാവുന്നത് വരെ നമുക്കൊരു 2-3 മിനിറ്റ് കൈവിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് അങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കാൻ ശ്രമിക്കണം. ഇനി അങ്ങനെ വെച്ചിട്ട് നമുക്കൊരു കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനിൽ നിന്ന് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചതല്ല കേട്ടോ, നമ്മുടെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയതാണ്. അപ്പം ഇപ്പം നമുക്ക് ഈ സമയത്തേക്ക് നമ്മുടെ മസാലയൊക്കെ ചേർക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ
ചിക്കൻ ഒരുമാതിരിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്, നല്ല ടെൻഡറായിട്ടില്ല. പക്ഷെ നമുക്കിനി ആ നമ്മുടെ മസാലയിലും കൂടെ കിടന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് വേകുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് നല്ല ടെൻഡറായിട്ടിരിക്കും. നമ്മുടെ പച്ച കളറുള്ള മസാല നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ മറന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സവോളയും കൂടെ ചേർക്കണമായിരുന്നു. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവോള ഞാനൊന്ന് അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആ സമയത്ത് നമുക്ക് മസാല ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് അരച്ച് നമ്മുടെ സവോളയും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. നിങ്ങൾ ആക്ച്വലി നമ്മൾ ആദ്യം ബ്ലെൻഡ് ചെയ്തില്ലേ, ആ സമയത്ത് തന്നെ സവോള ഇടുക. ഞാനത് മറന്നു പോയതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടാമത് അരച്ച് ചേർക്കുന്നത് കേട്ടോ. ഇത് നമ്മളിപ്പോൾ സവോള ഒരു മീഡിയം സൈസ് വലിപ്പമുള്ളൊരു സവോളയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് ഇനിയുണ്ടല്ലോ നമുക്കൊരു ഹൈ ഫ്ലെയിമിലിട്ട് ഈ നമ്മുടെ മിൻറ്റ് ലീവ്സിൻ്റെയും ആ ഒരു ഈ വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് പോകണ്ടേ, ആ ഒരു പച്ചക്കുത്ത് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റോളം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തുറന്ന് വെച്ച് വേവിക്കണം. ഇനിയിപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ പാടില്ല, ഒരു 5 മിനിറ്റ് നമുക്കത് തുറന്ന് വെച്ച് തന്നെ വേവിക്കണം. ഇതാ കണ്ടോ, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനി കുറച്ച് നേരം കൂടി ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചിട്ട് നമുക്കത് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചും കൂടെ വേവിക്കാം. ഇത് നമുക്കിപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം എല്ലാം കൂടി ഒരു അരമണിക്കൂർ താഴെ ആയിട്ടുള്ളൂ. അതൊക്കെ കണ്ടില്ലേ, നമ്മുടെ ചിക്കനകത്തുനിന്ന് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല നന്നായിട്ട് വെന്ത് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം വളരെ എളുപ്പമല്ലേ ഇതുണ്ടാക്കാൻ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ നല്ല കുറുകിയ ചാറായിരിക്കും കേട്ടോ നമ്മുടെ കറിക്ക് ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ചാറ് കുറച്ചുകൂടെ വേണമെന്നാണെങ്കിൽ നമ്മൾ ആ മസാല ഒഴിക്കത്തില്ലേ, സവോളയൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു, എന്നിട്ട് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള അത്ര ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ആ ഒരു ടേസ്റ്റ് ആ ഒരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിനി അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. നമ്മളിനി അത് വിളമ്പുന്ന സമയത്ത് മാത്രം അത് ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ, അതിൻ്റെ ലിഡ്. ഇനി നമ്മളതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യണം കേട്ടോ. എത്ര പെട്ടെന്നല്ലേ നമ്മുടെ കറി ആയത്. നല്ല ക്രീമി ആയിട്ട് നല്ല പച്ച കളറുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഏത് സമയത്തുള്ള ഫുഡിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു അരമണിക്കൂർ താഴെ മതി. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മളിവിടെയും കുറച്ച് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് നീളത്തിലരിഞ്ഞ് ഇഞ്ചിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.